പൂമ്പാറ്റ പുറത്തു കയറി. ഒരു കുട്ടി മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ പറന്നെത്തി. അവിടെ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു. പൂക്കൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അവരെല്ലാവരും സന്തോഷത്തോടെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, ഏതാ ഈ പുതിയൊരു പൂമ്പാറ്റ? കുട്ടിയെ ആദ്യം വരവേറ്റത് ചെമ്പരത്തി പൂവാണ്. വാവാ വാവേ വാ, നെറ്റിയിലൊരു പൊട്ടു തരാം, ചുവന്ന പൊട്ടു തരാം. ചെമ്പരത്തിപ്പൂവ് മനോഹരമായ ചുവന്ന പൊട്ടുതൊട്ട് അതിമനോഹരിയാക്കി മാറ്റി. പിന്നീട് അവർ പറന്നു പനീർ ചെടിയുടെ അടുത്തെത്തി. പനീർ ചെടി മുള്ളുകൾ മടക്കി പൂക്കളെ ഉയർത്തി പിടിച്ചു. വാവാ വാവേ വാ, കവിളിൽ ഞാൻ ചായമിടാം, റോസാപ്പൂ ചായമിടാം, റോസാപ്പൂവ് പറഞ്ഞു. കുട്ടി റോസാപ്പൂവിന്റെ അടുത്തേക്ക് പോയി. കുട്ടി റോസാപ്പൂവിനെ നോക്കി പുഞ്ചിരിച്ചു. പൂമ്പാറ്റ പുറത്ത് കയറി. അവൾ വീണ്ടും ആ തോട്ടത്തിലൂടെ പറക്കാൻ തുടങ്ങി. അപ്പോഴതാ ചെണ്ടുമല്ലി ഓറഞ്ച് തിളക്കവുമായി തലയാട്ടി നിൽക്കുന്നു. വാവാ വാവേ വാ, ചുണ്ടിനിത്തിരി തുടുപ്പ് തരാം, ഓറഞ്ചിന്റെ തുടുപ്പ് തരാം. പിന്നീട് അവൾ കണ്ടത് കോളാമ്പിപ്പൂവിനെയായിരുന്നു. കോളാമ്പിപ്പൂവിന്റെ തുറന്ന വായ്ക്കു മുന്നിൽ കുട്ടി നിന്നു. വാവാ വാവേ വാ, കുപ്പായത്തിനു ചായമിടാം, മഞ്ഞ നിറത്തിലുള്ള ചായം. മഞ്ഞ നിറത്തിലുള്ള ചായം പകർന്നപ്പോൾ കുട്ടിയുടെ ഉടുപ്പുകൾക്ക് എന്തൊരു ഭംഗി! അവൾ തന്റെ ഉടുപ്പിന്റെ ഭംഗി നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. കണ്ടാൽ ആ പൂന്തോട്ടത്തിലുള്ള മറ്റൊരു പൂവാണെന്ന് തോന്നുമായിരുന്നുള്ളൂ. ശംഖുപുഷ്പം പടർന്നു കയറി മുകളിലായിരുന്നു. വാവാ വാവേ വാ, നീലിച്ചൊരു കാലുറ തുന്നാൻ പൂവുകൾ നൽകാം ചങ്ങാതി, എന്റെ അടുത്തേക്ക് വരൂ, ശംഖുപുഷ്പം പറഞ്ഞു. അവൾ പുഞ്ചിരിച്ച് പൂമ്പാറ്റ പുറത്തേറി ശംഖുപുഷ്പത്തിന്റെ അടുത്തേക്ക് പറന്നു ചെന്നു. ശംഖുപുഷ്പം അവൾക്ക് മനോഹരമായ നീല കാലുറകൾ സമ്മാനിച്ചു. അപ്പോൾ കുഞ്ഞൊരു തുമ്പപ്പൂ മണ്ണിൽ നിന്നും തല നീട്ടി. വാവാ വാവേ വാ, കുഞ്ഞനൊരു പൂവാണെങ്കിലും കാതിലിടാൻ കമ്മൽ തരാം ഞാൻ. അവൾ തുമ്പപ്പൂവിനെ നോക്കി പുഞ്ചിരിച്ചു. പൂമ്പാറ്റ പിന്നെയും കുട്ടിയെ പല പൂക്കളുടെ അരികിലേക്ക് കൊണ്ടുപോയി. എന്തൊക്കെ നിറങ്ങൾ, എന്തൊക്കെ മണങ്ങൾ! എല്ലാ പൂക്കൾക്കും പെൺകുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിറങ്ങളും മണങ്ങളും അവൾക്ക് സമ്മാനിക്കാൻ എല്ലാ പൂക്കളും തയ്യാറായിരുന്നു. പക്ഷേ പെൺകുട്ടി പൂക്കളോട് പറഞ്ഞു, നിറങ്ങളും മണങ്ങളും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ, എൻ്റെ മനസ്സ് നിറഞ്ഞു. കുട്ടി പൂവുകൾക്ക് ഓരോ ഉമ്മ കൊടുത്തു. എല്ലാ പൂവുകൾക്കും അവൾ ഉമ്മ കൊടുത്തു. ആ പൂന്തോട്ടം വിട്ട് മടങ്ങി വരാൻ അവൾക്ക് തോന്നിയതേയില്ല. അവളവിടെ ഒരുപാട് നേരം കളിച്ചു രസിച്ചിരുന്നു. പൂമ്പാറ്റയും ഒപ്പം കൂടി. അങ്ങനെ ഒരുപാട് നേരം കളിച്ച് രസിച്ച ശേഷം അവർ ഒരുമിച്ച് വീട്ടിലേക്ക് തിരിച്ചുപോയി.